ഹായ് ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ KS മെൻറ്ററിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് LGS, LDC, OA, CPO തുടങ്ങിയ പരീക്ഷകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താണ് നമ്മുടെ PSC ജനുവരി 1-ാം തീയതി എന്താണ് ഒരു വലിയ കലണ്ടറൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഏകദേശം ഒരു 6 മാസത്തോളം സമയം നമുക്ക് എന്തിനു വേണ്ടിയിട്ടുണ്ട്? LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും എത്രയാണ്? നിങ്ങൾ അപേക്ഷകർ ശ്രദ്ധിച്ചോ, 15 ലക്ഷത്തോളം അപേക്ഷകരാണ് PSCയുടെ LDC പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്, അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ കോമ്പറ്റീഷൻ ആണ് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കോമ്പറ്റീഷൻ എന്താണ് വളരെ വലുതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ വലിയ കോമ്പറ്റീഷനിൽ സക്സീഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഈ വലിയ കോമ്പറ്റീഷനിൽ നമുക്ക് എന്താണ് ഇതൊരു ഒറ്റ മത്സരമാണ് എന്ന് കരുത്. നമ്മൾ വാമപ്പായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് വാമപ്പ് ആയി നിൽക്കുകയാണ്. ഈ 6 മാസം കൊണ്ട് നമ്മൾ വ്യക്തമായി കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഓടി അവിടെ ചെല്ലുമ്പോൾ എന്താണ് നമുക്കവിടെ ഒരു വിക്ടറി സ്റ്റാൻഡ് ഉണ്ട്. ആ വിക്ടറി സ്റ്റാൻഡിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കഴുത്തിൽ ഇട്ട് തരുന്നത് മെഡലാണോ? മെഡലല്ല, അത് കേരള സർക്കാരിൻ്റെ 2 ആനയുടെ ചിഹ്നമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു അഡ്വൈസ് മെമ്മോയാണ്. ഒക്കെ എന്താണ് നിങ്ങളെ സർക്കാർ സർവീസിലേക്ക് LD ക്ലർക്കായി സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ OA ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ LG ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നു, അതുമല്ലെങ്കിൽ എന്താണ് CP ആയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വൈസ് മെമ്മോ അല്ലേ നമുക്ക് ആ വിക്ടറി സ്റ്റാൻഡിൽ എത്തുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടത്തിന് വാമപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഓടുമ്പോൾ എന്താണ് എല്ലാ പ്രോത്സാഹനവുമായി ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്കൊരു വലിയ പരിമിതിയുണ്ട്. എന്താണ്? ഞങ്ങൾക്ക് നിങ്ങളെ ഓടാൻ പഠിപ്പിച്ചു തരാനും ഓടുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുമേ കഴിയുകയുള്ളൂ. നിങ്ങൾ ഓടുമ്പോൾ കൂടെ ഓടാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ തന്നെ ഓടണം. ഓക്കെ, അതിനുവേണ്ടി എല്ലാ പിന്തുണയും നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്തു പോവുക, അതുമതി. ഓക്കെ, നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാ റാങ്ക് ഫയലുകളും പഠിച്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആധികാരിക പുസ്തകങ്ങളും പഠിച്ച്, മുൻകാല ചോദ്യപേപ്പറുകൾ, നമ്മുടെ ഏറ്റവും വലിയൊരു പരീക്ഷാ ഉപാധിയാണല്ലോ മുൻകാല ചോദ്യപേപ്പറുകൾ. ഈ മുൻകാല ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി പഠിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു സർക്കാർ സർവീസിലേക്ക് എന്താണ് ഒരു ഈസി വാക്ക് ഓവർ ആണ്. ഓക്കെ, സർക്കാർ സർവീസിലേക്ക് ഒരു ഈസി വാക്ക് ഓവർ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. യെസ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചർ. ഒരു ദിവസം ക്ലാസ് എടുക്കുന്നു, പിറ്റേ ദിവസം എന്താണ് ആ മുന്നത്തെ ക്ലാസ്സിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, PSCയുടെ മാതൃകയിൽ, പുതിയ മാതൃകയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തോരം പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് എത്ര ഭംഗിയായി പഠിച്ചു, എത്ര ആഴത്തിൽ പഠിച്ചാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻ സോൾവിങ് സ്കില്ലുണ്ട്. എങ്ങനെയാണ് ഈ ചോദ്യത്തെ വ്യക്തമായിട്ട് എന്താണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ഇതിന്റെ ഓപ്ഷനുകളെ എങ്ങനെ നമുക്ക് കൃത്യമായി കണ്ടെത്തി എലിമിനേറ്റ് ചെയ്ത് കളയാം, തെറ്റായ ഓപ്ഷനുകളെ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ചോദ്യം വർക്കൗട്ട് ചെയ്യാമെന്നതിന് നിങ്ങൾക്ക് പരിശീലനം തരുവാൻ വേണ്ടി എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയല്ലായിരുന്നോ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ സംബന്ധിക്കുന്ന ചോദ്യം? നമ്മുടെ PSC പറയുന്നത് പോലെ എന്താണ് PSCയുടെ പുതിയ പ്രാക്ടീസ് പ്രകാരമുള്ള എന്താണ് പ്രസ്താവന ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇതിനെയാണ് നമ്മൾ കീവേഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുക. ഓക്കെ, പലരും എന്ത് പറയും? പലരും പറയും ഭരണഘടനാ നിർമ്മാണ സഭയല്ലേ കീവേഡ്. അല്ല, കീവേഡ് എന്ന് പറയുന്നത് 3 വാക്കുകളായിരിക്കും നമുക്കുണ്ടാവുക. ഒന്നെങ്കിൽ എന്താണ് ശരിയായ, ഒന്നെങ്കിൽ ശരിയല്ലാത്ത, മറ്റൊന്ന് തെറ്റായ. ഓക്കെ, ഏതൊക്കെയാണ് ആ 3 വാക്കുകൾ? ശരിയായ, ശരിയല്ലാത്ത, തെറ്റായ. ഈ 3 വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രസ്താവന ചോദ്യം കണ്ടു, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കും. ചിലപ്പോൾ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുക തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാ. നമുക്ക് കാര്യം അറിയാം, അതിന്റെ ഫാക്ട് അറിയാം, അതിന്റെ കോൺസെപ്റ്റ് അറിയാം. പക്ഷെ എന്തായി? ഉത്തരം നമ്മൾ തെറ്റിച്ചോ? പക്ഷെ ഉത്തരം നമ്മൾ ഭംഗിയായി തെറ്റിച്ചു. 1.33 മാർക്ക് പോയോ? ഒരു LDC പരീക്ഷയിൽ 1.33 മാർക്കിന് വലിയ വിലയുണ്ട് മക്കളെ. ഒരു LDC പരീക്ഷയിൽ 1.33 മാർക്കിന് വലിയ വിലയുണ്ട് മക്കളെ, സൂക്ഷിച്ചു നോക്കുക. യെസ്, അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതിൽ പേടിക്കാനുള്ള എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. പ്രസ്താവന 1,
മൗണ്ട് ബാറ്റൺ പദ്ധതിയെ തുടർന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്? പ്രസ്താവന 2, ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായും പ്രവർത്തിച്ചിരുന്നു. പ്രസ്താവന 3, ദാക്ഷായണി വേലായുധനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. പ്രസ്താവന 4, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 4 പ്രസ്താവനകൾ നോക്കൂ. ഓക്കെ, എത്രയാണ്? 4 പ്രസ്താവനകൾ നോക്കൂ. ഇതിൽ ശരിയായ പ്രസ്താവനകൾ വേഗം പറയൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ആരും നോട്ട് തിരിച്ചു നോക്കല്ലേ. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ തിരിച്ചു നോക്കല്ലേ, ആ പണി ഇവിടെ കാണിക്കല്ലേ. ഓക്കെ, അങ്ങനെ തിരിച്ചു നോക്കിയാണെങ്കിൽ എന്താണ്, എനിക്കിവിടെ കഷ്ടപ്പെട്ട് ചോദ്യം ടൈപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഓക്കെ, അത് ചെയ്യല്ലേ, നിങ്ങളുടെ ഓർമ്മയിൽ നിന്നെടുത്ത് ചെയ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ തലയാട്ടിക്കൊണ്ടൊക്കെ ഇരുന്നതല്ലേ, തംസപ്പ് ഒക്കെ ഇട്ട് തന്നതല്ലേ. യെസ്, അപ്പോൾ എന്തുകൊണ്ടാണിത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് തിരിച്ചു നോക്കേണ്ട ഗതി വരുന്നത്? തിരിച്ചു നോക്കരുത്. ഓക്കെ, തിരിച്ചു നോക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക മാത്രമല്ല പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. എന്നിട്ട് ഉത്തരം പറഞ്ഞേ. യെസ്, ഇതിലെന്താണ്? ഇതിൽ ശരി ഉത്തരമുണ്ട്. ഓക്കെ, ഈ 4 ഓപ്ഷനിൽ ശരി ഉത്തരമുണ്ട്. പിന്നെ എന്ത് ചെയ്യുക? ഇതിൽ ചില ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്യുക. ഞാൻ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡൊക്കെ ജസ്റ്റ് മുഴുവനായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് വിട്ടതല്ലേ. യെസ്, പ്രസ്താവന നോക്കൂ. യെസ്, എന്താണ്? മൗണ്ട് ബാറ്റൺ പദ്ധതിയെ തുടർന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ആണോ മക്കളെ? പ്രസ്താവന ഒന്ന് ശരിയാണോ തെറ്റാണോ? വേഗം പറഞ്ഞേ. പ്രസ്താവന ഒന്ന് ശരിയാണോ തെറ്റാണോ? വേഗം പറഞ്ഞേ. പ്രസ്താവന ഒന്ന് തെറ്റാണ്. അതിൽ ആർക്കാണ് ഇത്ര സംശയം? മൗണ്ട് ബാറ്റൺ പദ്ധതിയെ തുടർന്നല്ല, പിന്നെ ഏത് പദ്ധതിയെ തുടർന്നാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതിയെ തുടർന്നല്ല, പിന്നീട് ഏത് ശുപാർശയെ തുടർന്നാണ്, അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ ഏത് മിഷന്റെ ശുപാർശയെ തുടർന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്? യെസ് പറയൂ. യെസ്, അത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അല്ലേ? അത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുവാൻ കാരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കുറിച്ചു വെക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുവാൻ കാരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. യെസ്, ക്യാബിനറ്റ് മിഷൻ പ്ലാനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? AV അലക്സാണ്ടർ, പാത്രിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ആരൊക്കെയാണ്? AV അലക്സാണ്ടർ, പാത്രിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്. AV അലക്സാണ്ടർ, പാത്രിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ഇവർ 3 പേരുമാണ് എന്ത്? ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മാറിപ്പോകരുത്. ഓക്കെ, ഞാനൊരു ഫോർമുല പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ? എന്താണ്? ക്രിപ്സ് മിഷൻ ഇസ് ഈക്വൽ ടു ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം? ക്രിപ്സ് മിഷനിലെ അംഗങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, എന്തായിരുന്നു അർത്ഥം? ക്രിപ്സ് മിഷനിലെ അംഗങ്ങളായ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പാത്രിക് ലോറൻസ്, ഇവര് തന്നെയല്ലേ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ? മാറിപ്പോകരുത് കേട്ടോ. ഇവർ തന്നെയാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. എന്താണ്? മിഷനിലെ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. പോയിന്റ് നമ്പർ 1. ഓക്കെ, പ്രസ്താവന 1 അപ്പോൾ തെറ്റാണ്. നോക്കൂ, ഈ പ്രസ്താവന 1 തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടി. പ്രസ്താവന 1 തെറ്റാണ് എങ്കിൽ ഓപ്ഷൻ A നമുക്ക് വെട്ടിക്കളഞ്ഞുകൂടെ? ഓപ്ഷൻ B വെട്ടിക്കളഞ്ഞുകൂടെ? ഓപ്ഷൻ D വെട്ടിക്കളഞ്ഞുകൂടെ? അപ്പോൾ ഉത്തരം C. ഓക്കെ, അപ്പോൾ ഉത്തരം C ഏതാണ്? 2ഉം 4ഉം ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായും പ്രവർത്തിച്ചിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇത്രയും പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റുകളിലൂടെ നോക്കാം. യെസ്, പ്രസ്താവന 2 ശ്രദ്ധിക്കൂ. ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായും പ്രവർത്തിച്ചിരുന്നു. പ്രസ്താവന ശരിയല്ലേ? ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായി പ്രവർത്തിച്ചപ്പോൾ പാസ്സാക്കിയ ഒരു നിയമമല്ലേ ജനപ്രാതിനിധ്യ നിയമം? ഇടക്കാല പാർലമെന്റായിട്ട് അന്ന് നമുക്ക് പാർലമെന്റ് ഇല്ല. 1947 വരെ ഇന്ത്യക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയത് ആരാ? 1947 വരെ ഇന്ത്യക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയത് ആരാ? ഇന്ത്യക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിക്കൊണ്ട് 1947 ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് 1947 വരെ ഇന്ത്യക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. 47 ഓഗസ്റ്റ് 15 ആയപ്പോൾ അവര് കെട്ടും കിടക്കിയെടുത്ത് അവര് പോയി. പിന്നെ ആര് നമുക്ക് വേണ്ടി നിയമം ഉണ്ടാക്കും? ഇന്ത്യക്കാണെങ്കിൽ പാർലമെന്റ് തൊട്ട് ഇല്ലതാനും. നമുക്കുള്ളത് എന്താണ്? നമുക്കുള്ളത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അപ്പൊ തൽക്കാലം എന്ത് തീരുമാനിച്ചു? പുതിയൊരു പാർലമെന്റ് വരുന്നത് വരെ ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായി പ്രവർത്തിക്കട്ടെ. എന്താണ് തീരുമാനം?
പുതിയൊരു പാർലമെന്റ് വരുന്നതുവരെ ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായി പ്രവർത്തിക്കട്ടെ. അപ്പോൾ ശരിയാണ്, പ്രസ്താവന 2 ശരിയാണ്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയായ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയായ എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്തായിട്ടുണ്ട്? ഇടക്കാല പാർലമെന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പാസ്സാക്കിയ ഒരു നിയമമാണ് ഇത് ജനപ്രാതിനിധ്യ നിയമം അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കപ്പെടാവുന്നത്, ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായി അല്ലെങ്കിൽ ഇന്ററിം പാർലമെന്റായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ തലവൻ? അതൊരു വ്യത്യാസമുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഹെഡായിരുന്നത്, അതിൻ്റെ തലവനായിരുന്നത് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സംശയമൊന്നുമില്ല. പക്ഷെ ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായി പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ തലവനായിരുന്ന രാജേന്ദ്ര പ്രസാദ് അല്ല, മറിച്ച് ആരാണ്? മറിച്ച് GV മാവലങ്കർ ആണ്. ആരാണ് അത്? GV മാവലങ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെന്റായി പ്രവർത്തിച്ചപ്പോൾ ആ പാർലമെന്റിന്റെ തലവനായിരുന്നത് GV മാവലങ്കർ ആണ്. ഈ GV മാവലങ്കർ അല്ലേ ഇന്ത്യൻ ലോക്സഭയുടെ പിതാവ്? ഇന്ത്യൻ ലോകസഭയുടെ പിതാവ് GV മാവലങ്കർ ആണെന്ന് ഇന്ത്യൻ ലോക്സഭയുടെ പിതാവ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ, ഇന്ത്യയുടെ ലോകസഭയുടെ ആദ്യ സ്പീക്കർ, ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ. യെസ്, അപ്പോൾ ഇത്രയും പോയിന്റുകൾ കിട്ടിയോ? ഓക്കെ, എന്താണ്? GV മാവലങ്കർ. യെസ്. അപ്പോൾ അടുത്തൊരു പ്രസ്താവനയിലേക്ക് വരിക. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് മൂന്നാമത്തെ പ്രസ്താവന? ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് ആ പ്രസ്താവന തെറ്റായിരിക്കുന്നത്? നോക്കാം. ദാക്ഷായണി വേലായുധനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. പ്രസ്താവന ശരിയാണോ? ദാക്ഷായണി വേലായുധന്റെ സവിശേഷത എന്താണ്? അവരാണ് ദളിത് വിഭാഗത്തിൽ നിന്നും ഡിഗ്രി, ശാസ്ത്ര ഡിഗ്രി നേടിയ, ശാസ്ത്ര വിഷയത്തിൽ ഡിഗ്രി നേടിയ ആദ്യത്തെ വനിതയാണ് ദാക്ഷായണി വേലായുധൻ. BSc കെമിസ്ട്രി ആയിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് BSc കെമിസ്ട്രി പാസ്സായ ദാക്ഷായണി വേലായുധനാണ് സയൻസ് വിഷയങ്ങളിൽ ഡിഗ്രി നേടിയ ആദ്യത്തെ ദളിത് വനിത. അപ്പം അവരായിരുന്നു, നമുക്കറിയാം, അവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു അംഗമായിരുന്നു. എവിടെ നിന്നുള്ള അംഗമായിരുന്നു അവര്? മഹാരാജാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതും കൊച്ചിയിൽ നിന്നുള്ള അംഗമായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള അംഗമായിരുന്നോ? ദാക്ഷായണി വേലായുധൻ കൊച്ചിയിൽ നിന്നുള്ള അംഗമായിരുന്നോ? മക്കളെ, കൊച്ചിയിൽ നിന്ന് ഒറ്റ അംഗമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അതായിരുന്നു അത് പനമ്പള്ളി ഗോവിന്ദ മേനോനിലായിരുന്നോ? മാറിപ്പോരുതേ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയിൽ നിന്ന് ഒരൊറ്റ അംഗമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. അപ്പോൾ ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്നാണ് പറയുന്നത്. ആയിരുന്നോ? ഇവിടെ ഒരു ചെറിയ വാക്ക് കൂടി കയറിയിരുന്നുവെങ്കിൽ, പ്രായം കുറഞ്ഞ വനിതാ അംഗമെന്നായിരുന്നുവെങ്കിൽ പ്രസ്താവന ശരിയായേനെ. ദാക്ഷായണി വേലായുധനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ അംഗമെന്നായിരുന്നുവെങ്കിൽ പ്രസ്താവന ശരിയായേനെ. പക്ഷെ ഇതെന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്നേ പറയുന്നുള്ളൂ. അതാരല്ല? അത് ദാക്ഷായണി വേലായുധനല്ല, അത് മധ്യപ്രദേശിൽ നിന്നുള്ള കുസും കാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതാരായിരുന്നു? അത് മധ്യപ്രദേശിൽ നിന്നുള്ള കുസും കാന്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ അംഗം ദാക്ഷായണി വേലായുധനും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം മധ്യപ്രദേശിൽ നിന്നുള്ള കുസും കാന്തും ആയിരുന്നു. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി തീർന്നത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി ജവഹർലാൽ നെഹ്റു ഒരു കഷ്ണം കടലാസുമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വന്നിട്ട് അദ്ദേഹം ആ സഭയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രമേയം അങ്ങോട്ട് വായിക്കുകയാണ്. എന്താണ് ആ പ്രമേയം? ആ പ്രമേയം ഇങ്ങനെയാണ്: ഇന്ത്യയുടെ രാജ്യം, ഇന്ത്യ എന്ന രാജ്യം ഇത്രയും കാലം സഹസ്രാബ്ദങ്ങളായി രാജ്യഭരണത്തിനും പിന്നീട് കൊളോണിയൽ ഭരണത്തിനും ഒക്കെ കീഴിലായിരുന്നു. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മുടെ രാജ്യം സ്വതന്ത്രമായിരിക്കുന്നു. അപ്പോൾ എന്താണ്? ഈ രാജ്യത്തിന്റെ ഭാവി നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുക. അതുകൊണ്ടല്ലേ അദ്ദേഹം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നൊരു പ്രസംഗമൊക്കെ അദ്ദേഹം നടപ്പാക്കി. അദ്ദേഹം 1947 വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നൊരു പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തിയത്. അപ്പോൾ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ വിധി ഇനി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ വിധി ഇനി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ വിധി തീരുമാനിക്കുക? നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ പ്രസ്താവിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ പ്രസ്താവിക്കുന്ന
ഒരു പ്രമേയം, അതിന്റെ പേര് ലക്ഷ്യപ്രമേയം. എന്താണ് അതിന്റെ പേര്? ലക്ഷ്യപ്രമേയം. ഓക്കെ. എന്താണ്? നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാജ്യമായിരിക്കും, ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായിരിക്കും, ഒരു ജനാധിപത്യ രാജ്യമായിരിക്കും, മതേതര സോഷ്യലിസ്റ്റ് സ്വഭാവങ്ങൾ അതിലുണ്ടായിരിക്കും, രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരിക്കും എന്നൊക്കെ പ്രസ്താവിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അദ്ദേഹം പാസ്സാക്കുന്നു. അത് പിന്നീട് എന്തായി? അത് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറി. അപ്പോൾ എന്താണ് അത്? പിന്നീട് 1947 ജനുവരി 22-ാം തീയതി, ഓക്കെ, 1947 ജനുവരി 22-ാം തീയതി എന്ത് ചെയ്യാണ്? ഈ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാകുന്നു. ഓക്കെ, 1947 ജനുവരി 26-ന് എന്ത് ചെയ്യുന്നു? ഈ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാകുന്നു. അങ്ങനെ ഈ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഇത് ഭരണഘടനയുടെ ഭാഗമാവുകയാണ്. ഇതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ആമുഖമായി മാറിയത്. ഓക്കെ, അപ്പോൾ പ്രസ്താവന 4 ശരിയാണ്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ലക്ഷ്യപ്രമേയം, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷാണ് ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ ഓബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് എന്തായി മാറിയത്? ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഈ ഓബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ കുറിച്ച് വെക്കുക. ഓക്കെ, ഇത്രയും പോയിന്റുകൾ കുറിച്ച് വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മുടെ ഒരു ശൈലി അതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ്? പഠിപ്പിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്? നമ്മളിങ്ങനെ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഭരണഘടനയുടെ ആമുഖം. ഓക്കെ, യെസ്, ഭരണഘടനയുടെ ആമുഖം. നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കാറുള്ള ആൾക്കാരല്ലേ? യെസ്, നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കാറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജൊക്കെ തുറന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ആമുഖം കാണാറില്ലേ? നമുക്ക് പുസ്തകത്തിന് ഒരു ആമുഖം കാണാറില്ലേ? അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിന്റെ ആമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നത്? യെസ്, അതിന് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രിഫേസ് എന്നാണ് പറയുക. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രിഫേസ് എന്നാണ് പറയുക. ഒരു പുസ്തകത്തിന്റെ പ്രിഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? യെസ്, ഒരു പുസ്തകത്തിന്റെ പ്രിഫേസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ പുസ്തകം എന്തിനെ കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത്? ഈ പുസ്തകത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എന്തിൽ പറയുക? പ്രിഫേസിൽ പറയുക. കാരണം വലിയൊരു പുസ്തകമായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണെന്ന് ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം ഫ്രാൻസിസ് ഇട്ടിക്കോര, ഓക്കെ, ടി.ഡി. രാമകൃഷ്ണന്റെ പുസ്തകമായ ഫ്രാൻസിസ് ഇട്ടിക്കോര വായിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? അത് വലിയ പുസ്തകമാണ്. അപ്പോൾ എനിക്കത് മുഴുവൻ ഇരുന്ന് വായിക്കാൻ സമയമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാനതിൻ്റെ ഫ്രണ്ട് 2, ഓക്കെ, നമ്മുടെ അതിൻ്റെ ആമുഖം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കഥാഗതി എന്താണെന്ന് മനസ്സിലാവും. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് വായിച്ചാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ പ്രിഫേസ് എന്ന് പറയുന്നത്, ഒരു പുസ്തകത്തിൻ്റെ പ്രിഫേസ് എന്ന് പറയുന്നത് അതിൻ്റെ കഥാഗതി അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ അകത്തുള്ളത് എന്താണ് എന്ന് വളരെ സംക്ഷിപ്തമായിട്ട് പറയുന്നു. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? പ്രിഫേസ് എന്ന് പറയുക. യെസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭരണഘടനയ്ക്കും എന്തുണ്ട്? ഒരു ആമുഖമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്തുണ്ട്? ഒരു ആമുഖമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരാമുഖമുണ്ട്. മനസ്സിലായോ? ഈ ഭരണഘടനയുടെ ആമുഖത്തിന് പ്രത്യേകം നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഈ വലുപ്പം കാണും. ഓക്കെ, ഇത് മുഴുവൻ ഇരുന്ന് വായിച്ചു നോക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ കൊണ്ട് സാധ്യമാണോ? ഓക്കെ, ഈ വക്കീലന്മാരും സിവിൽ സർവീസിന് പഠിക്കുന്നവരും ഒക്കെ വായിക്കും. അതല്ലാതെ സാധാരണക്കാരിത് കുത്തിയിരുന്ന് വായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധാരണ മനുഷ്യർ ഇത് കുത്തിയിരുന്ന് വായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ? യെസ്, ഇല്ല. അപ്പോൾ അവർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം മനസ്സിലാക്കുവാൻ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖമെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? ഇന്ത്യൻ ഭരണഘടനയുടെ ഏകദേശ സ്വഭാവം ഒന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഭരണഘടനയ്ക്ക് ഒരാമുഖമാകാം എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? അപ്പോൾ അതൊരു ചോദ്യമാണ്. ഓക്കെ, ഭരണഘടനയ്ക്ക് ഒരു ആമുഖമാകാം. അപ്പോൾ ഒരു ചോദ്യം കൂടിയുണ്ട്. ലോകത്ത് ആമുഖമുള്ള ആദ്യ ഭരണഘടന ഏതാണ്? ലോകത്ത് ആമുഖമുള്ള ആദ്യ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ലോകത്ത് ആമുഖമുള്ള ആദ്യ ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്ന അമേരിക്കൻ ഭരണഘടന. ഇത് രണ്ടും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മൂന്നാമതൊരു ചോദ്യം അവിടെ വരികയാണ്.
അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കയുടെ ഭരണഘടന. ആ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? അദ്ദേഹത്തിന്റെ പേര് കുറിച്ച് വെക്കുക, ജെയിംസ് മാഡിസൺ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ. കുറിച്ച് വെച്ചേ. യെസ്, അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ. കിട്ടിയോ? യെസ് ഗൈസ്, പോയിന്റ് കിട്ടിയോ? അപ്പൊ കുറിച്ച് വെക്കുക. യെസ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമാകാമെന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. പോയിന്റ് പക്ക. ഇനി നമ്മൾ കഴിഞ്ഞ ചോദ്യം, കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ തുടക്കത്തിലെ മാതൃകാ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു, എന്താണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്? എന്താണ് അത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. ഓക്കെ അല്ലെ, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. അപ്പോൾ ഈ ലക്ഷ്യപ്രമേയത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ലക്ഷ്യപ്രമേയം ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. സംശയമൊന്നുമില്ല. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. എന്നാണ് അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. ഓക്കെ, 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഓക്കെ, എന്നാണ് പാസ്സാക്കിയത്? 1947 ജനുവരി 22. ഓക്കെ, അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. എന്താണ്? ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 അവതരിപ്പിച്ച് 1947 ജനുവരി 22 നിലവിൽ വന്ന, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഐക്യകണ്ഠേന പാസ്സാക്കിയ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ലക്ഷ്യപ്രമേയത്തെക്കുറിച്ചും നമുക്കൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, പോയിന്റ് കിട്ടിയോ? അപ്പോൾ ഈ 2 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിപ്പോൾ പഠിച്ചു ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു തുടക്ക ക്ലാസ് ആണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ LDC ക്ലാസ്സുകൾ. ഏതൊരു കോൺസെപ്റ്റും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്ന അധ്യാപകർ. ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതേ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കേട്ട് പഠിക്കാനും പറ്റും. ഇനി പഠിച്ചാൽ മാത്രം പോരല്ലോ, റിവിഷനും കൂടെ ആവശ്യമാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് ഇതെല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക.